വെൽക്കം വൈശാലി കമ്മ്യൂണിക്കേഷൻ. ഞാൻ ഇന്ന് ചെയ്യുന്ന വീഡിയോ കോഴിക്കോട് നഗരത്തിൽ നിന്ന് 8 കിലോമീറ്റർ വടക്കുമാറി കുണ്ടൂപ്പറമ്പ് എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു വായനശാലയെ പറ്റിയാണ്. നിങ്ങൾ ഈ വീഡിയോ കാണണം. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്. ഒരു വിദ്യാലയത്തിൻ്റെ കവാടം തുറക്കുമ്പോൾ ഒരു ജയിലിൻ്റെ കവാടം അടയ്ക്കപ്പെടുന്നു എന്ന വിക്ടർ ഹ്യൂഗോയുടെ പ്രശസ്തമായ വചനം പോലെ തന്നെയാണ് ഒരു വായനശാലയുടെ കവാടം തുറക്കുമ്പോഴും അടയ്ക്കപ്പെടുന്നത് ഒരു ജയിലിൻ്റെ കവാടമാണ്. 94 സംവത്സരങ്ങൾ പിന്നിട്ട കുണ്ടൂപ്പറമ്പ് യൂണിയൻ വായനശാലയുടെ ചരിത്ര പശ്ചാത്തലത്തിലേക്കാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുപോകുന്നത്. ഭാരതം സ്വതന്ത്രമാകുന്നതിന് 16 വർഷങ്ങൾക്ക് മുമ്പ് ഗതാഗത സൗകര്യങ്ങളും വൈദ്യുതിയും കുണ്ടൂപ്പറമ്പ് എന്ന ഗ്രാമത്തിൽ എത്തി നോക്കിയിട്ടില്ലാത്ത കാലം. 1931 ഒക്ടോബർ 11 കുണ്ടൂപ്പറമ്പ് യൂണിയൻ വായനശാല സ്ഥാപിതമായി. മഹാത്മജിയുടെ രംഗപ്രവേശത്തോടുകൂടി സ്വാതന്ത്ര്യ സമരത്തിനൊരു പുതിയ ദിശാബോധം കൈവന്ന കാലഘട്ടമായിരുന്നു അത്. സ്വാതന്ത്ര്യ സമരത്തിൻ്റെ സന്ദേശം ജനങ്ങളിലെത്തണം, ഒപ്പം കുറച്ചുപേരെയെങ്കിലും അറിവിൻ്റെ ഔന്നത്യങ്ങളിലേക്ക് നയിക്കണം. ഇതായിരുന്നു ഈ ഗ്രന്ഥശാലയുടെ പിറവിക്ക് പിന്നിൽ പ്രവർത്തിച്ച രാജ്യസ്നേഹികളും സ്വാതന്ത്ര്യദാഹികളുമായിരുന്ന യുവാക്കളുടെ ലക്ഷ്യം. അക്കാലത്ത് സ്വാതന്ത്ര്യ സമരത്തെപ്പറ്റി കുണ്ടൂപ്പറമ്പുകാർക്കുണ്ടായിരുന്ന അറിവ് ചുരുക്കം ചില വീടുകളിലെത്തുന്ന മാതൃഭൂമി പത്രത്തിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളായിരുന്നു. 1930കളുടെ തുടക്കത്തിൽ ഇന്ന് വായനശാല സ്ഥിതി ചെയ്യുന്ന പാറപ്പുറത്തിരുന്നു കൊണ്ട് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടുള്ള സായാഹ്ന ചർച്ചകൾ പതിവായിരുന്നു. ആ ചർച്ചകളിൽ നിന്നാണ് കുണ്ടൂപ്പറമ്പിൽ ഒരു വായനശാല എന്ന ആശയം ഉടലെടുത്തത്. മുഖവൂർ റോഡിലുള്ള ആട്ടൂർ പെരച്ചൻ എന്ന ആളുടെ പീഡിക മാളികയിലാണ് വായനശാല ആദ്യം പ്രവർത്തനം ആരംഭിച്ചത്. പിന്നീട് വായനശാല സ്ഥാപക പ്രവർത്തക സമിതി അംഗമായിരുന്ന മങ്കുഴിയിൽ ചോയിക്കുട്ടി തൻ്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്ത് പണിത 2 പീഡിക മുറികൾക്ക് മുകളിൽ ഒരു ഹാൾ പണിത് വായനശാലയുടെ പ്രവർത്തനം അവിടേക്ക് മാറ്റി. പിന്നീട് അരയാടത്ത് കുട്ടൻ എന്ന മനുഷ്യസ്നേഹിയുടെ ഉദാര മനസ്കതയുടെ ഫലമായി വായനശാലയ്ക്ക് 20 സെന്റ് സ്ഥലം സ്വന്തമായി ലഭിച്ചു. ഒരു നടപ്പാത നിർമ്മിക്കുമ്പോൾ 1 അടി സ്ഥലം പോലും സൗജന്യമായി വിട്ടു നൽകാൻ വിമുഖത കാണിക്കുന്ന സമൂഹത്തിൽ അരയാടത്ത് കുട്ടൻ വേറിട്ട് നിൽക്കുന്നു. നാട്ടുകാരുടെ സഹായ സഹകരണത്തോടുകൂടി ഇവിടെ നിർമ്മിച്ച കെട്ടിടത്തിലാണ് വായനശാല ഇന്ന് നിലനിൽക്കുന്നത്. 9 പതിറ്റാണ്ട് കാലം കുണ്ടൂപ്പറമ്പിലും പരിസര പ്രദേശങ്ങളിലുമുള്ള ആയിരക്കണക്കായ ആളുകളുടെ വിജ്ഞാനത്തിൻ്റെ അനന്തവിഹായസ്സിലേക്ക് കൈപിടിച്ചുയർത്തിയ വായനശാല ഇന്നും കുണ്ടൂപ്പറമ്പിൻ്റെ അഭിമാന സ്തംഭമായി നിലനിൽക്കുന്നു. പുതുപ്പറമ്പ് തപ്പുറൈറ്റർ, ചാത്തങ്ങാട്ടുണ്ണീരി മാസ്റ്റർ, അരയാടത്ത് ബാലകൃഷ്ണൻ, പുത്തൻപുരയിൽ നാരായണൻ, മണ്ടയാറ്റിൽ ബാലൻ, പി ജയദേവൻ മാസ്റ്റർ, PT ബാലൻ എന്നിവരായിരുന്നു വായനശാലയുടെ പ്രവർത്തനങ്ങൾക്ക് വിവിധ കാലങ്ങളിൽ നേതൃത്വം നൽകിയത്. എന്നാൽ കുണ്ടൂപ്പറമ്പ് യൂണിയൻ വായനശാലയുടെ ചരിത്രത്താളുകളിൽ നിന്ന് അടർത്തി മാറ്റാനാവാത്ത പേരാണ് മണ്ടയാറ്റിൽ ഭാസ്കരൻ. തൻ്റെ ജീവിതത്തിൻ്റെ 3/4 പങ്കും വായനശാലയുടെ ഉയർച്ചയ്ക്കു വേണ്ടി പ്രവർത്തിച്ച ഭാസ്കരേട്ടൻ്റെ നിസ്വാർത്ഥ സേവനങ്ങൾ എക്കാലവും സ്മരിക്കപ്പെടും. ഇന്ന് 16,000-ഓളം പുസ്തകങ്ങളും 300-ലേറെ അംഗങ്ങളുമുള്ള മികച്ച വായനശാലയായി പ്രവർത്തിക്കുന്ന കുണ്ടൂപ്പറമ്പ് യൂണിയൻ വായനശാല ലൈബ്രറി കൗൺസിലിൻ്റെ A ഗ്രേഡ് പട്ടികയിൽ ഉൾപ്പെട്ടതാണ്. കഴിഞ്ഞ 9 പതിറ്റാണ്ടിലേറെക്കാലം ഒട്ടനവധി കലാസാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഈ അക്ഷരപ്പുര കുണ്ടൂപ്പറമ്പിൻ്റെ അഭിമാന സ്തംഭമായി ഇന്നും നിലനിൽക്കുന്നു. വൈകുന്നേരങ്ങളിൽ നിരവധി ആളുകൾ ദിവസവും വായനക്കായി ഈ വായനശാലയിൽ എത്തുന്നു. നഴ്സറി സ്കൂൾ, ഡേ കെയർ, സംഗീത ക്ലാസ്, ചിത്രരചനാ ക്ലാസ്, യോഗ ക്ലാസ് എന്നിവ വായനശാലയുടെ ഭാഗമായി പ്രവർത്തിക്കുന്നു.